അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പടച്ച റബ്ബ് പുതിയൊരു വർഷം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു പുതുവർഷം അവനേറെ തൃപ്തിയുള്ളൊരു പുതുവർഷമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം കരുണക്കടലായ തമ്പുരാൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. കഴിഞ്ഞുപോയൊരു വർഷം അല്ലാഹു നമ്മിൽ നിന്ന് അനുകൂലമായൊരു വർഷമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2-3 വരി ബൈത്ത് ചൊല്ലിയിട്ട് ഈ രാത്രി ചൊല്ലേണ്ട ചില ദിക്റുകൾ ചൊല്ലി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഈ രാത്രിക്ക് വലിയ മഹത്വമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വമുണ്ട്. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രഭാതം തന്നെ സത്യം, 10 രാത്രികൾ തന്നെ സത്യം എന്ന് പറഞ്ഞതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 എന്നാൽ വേറെയും കുറേ ഇമാമിങ്ങൾ പറയുന്നുണ്ട് അത് മുഹറത്തിലെ ആദ്യത്തെ 10. അപ്പോൾ അങ്ങനെ ഒരു 10 രാവിലാണ് നമ്മളുള്ളത് അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അല്ലേ. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ. ഏതായാലും ഈ ഒരു രാത്രിയിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് എപ്പോഴും നമ്മൾ സബാഹുൽ ഖൈറിൽ രാവിലെ പറയാറില്ലേ, ഇത് ഈ ദിവസത്തിൻ്റെ തുടക്കമാണ്. എല്ലാ പ്രയാസങ്ങളും മറന്ന് എൻ്റെ നാഥനാണ് എല്ലാ ഹൈറും ഷെറും തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് അതിമനോഹരമായൊരു വർഷം സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്മദുല്ലാഹൽ വാലി സലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തൗബത്തൻ طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൊണ്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. മുത്തുനബി തങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ മദ്ഹ് ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു വിളക്കിൻ്റെ ആവശ്യമില്ല എന്നാണ് അല്ലേ? നമ്മുടെ മനസ്സ് കറകൾ അടിഞ്ഞിരിക്കുന്ന മനസ്സാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മുത്തുനബിയുടെ മദ്ഹ് കൊണ്ടങ്ങ് തുടങ്ങിക്കോ. ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം ഹബീബിൻ്റെ മദ്ഹ് കൊണ്ടായാൽ എത്ര സന്തോഷമാണല്ലേ? എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. ആ ബോധ്യത്തിൽ ഒരു 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. سورة الإخلاص എല്ലാത്തിനും മരുന്നാണ് അല്ലേ? നമ്മുടെ വേദനകൾക്കൊക്കെ മരുന്നാണ്. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നാനുള്ള മനോഹരമായൊരു സൂറത്തും കൂടെയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വർഷം കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വന്നേക്കാം. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന മനോഹരമായ ദിക്ർ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഹസ്ബിയല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ ആ ദിക്റുണ്ടല്ലോ, എത്ര വലിയ പ്രയാസത്തെയും തണുപ്പിച്ച് കളയുന്ന ദിക്റാണത്. ആ ബോധ്യത്തിൽ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, حسبي الله ونعم الوكيل، 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 حسبي الله ونعم الوكيل.
الوكيل حسبي الله ونعم 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 الوكيل يا ربنا ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അതിമനോഹരമായ ഒരു വർഷം സമ്മാനമായി ഞങ്ങളിൽ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളില്ലാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ മനോഹരമായ അതിമനോഹരമായ ഒരു വർഷം ഞങ്ങളിലേക്ക് തന്ന് കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത് അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. അള്ളാഹ് ബഹുമാനിച്ച മാസം അല്ലേ? ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹ് ബഹുമാനിച്ച മാസമാണ്. അള്ളാഹ് ബഹുമാനിച്ച മാസത്തിൽ നമ്മൾ പ്രത്യേക സ്നേഹത്തോടെ എന്ത് ഇബാദത്ത് ചെയ്താലും അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് ബഹുമാനിച്ചത് കൊണ്ട് തന്നെ നമ്മൾ തിന്മകളൊന്നും ഈ മാസത്തിൽ ചെയ്യരുത്. പ്രത്യേകിച്ച് അദാബുകൾ ഇരട്ടിയാകുമെന്ന് മഹാന്മാരായ ഇബ്നു ഖത്താദ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ പഠിപ്പിച്ചു തരാണ്. സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം അല്ലേ? പ്രത്യേകമായി മുഹറം മാസത്തിൽ ഓതേണ്ട 2 ആയത്തുകൾ നമ്മൾ സ്വഭാവം നമ്മൾ പഠിച്ചു. ഏതാണ് ആയത്ത്? സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ അല്ലേ? ഞാൻ അവസാനത്തെ 2 ആയത്ത് കൃത്യമായിട്ട് അവിടെ ബിസ്മില്ല അഊദു മാത്രമേ ഉള്ളൂ. ഒരു 7 തവണ നമുക്ക് നോദിയാലോ? എന്നോടൊപ്പം നോദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ രണ്ടായത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മതിയാകുന്നതാണ്. സിറുൽ ഖുർആൻ, ഖുർആനിൻ്റെ രഹസ്യമാണെന്നാണ്. എന്ത് പ്രയാസമുണ്ടോ, ഏത് ഹാജത്തുണ്ടോ, ഏത് സങ്കടം നീങ്ങണോ, ഈ ആയത്ത് രണ്ടെണ്ണം ഓതിയിട്ട് ദിനേനെ പതിവാക്കി ഓതിയാൽ മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും. സിഹറ് ബാത്തിലാക്കും, കണ്ണേറ് ബാത്തിലാക്കും, സ്വസ്ഥത നൽകും, സമാധാനം നൽകും. പടച്ചോൻ്റെ കൂട്ട് നമുക്ക് ലഭിക്കും. ഖലീലി, അള്ളാഹിൻ്റെ കൂട്ട് ഇല്ലേ, ഖലീലുല്ലാ എന്നൊക്കെ പറയണ പോലെ നമുക്ക് അള്ളാഹിൻ്റെ കൂട്ട് ലഭിക്കാൻ ഈ ആയത്ത് മതിയാകും. ഇത് മുത്തനബിയുടെ മൗലിദാണ് ഈ ആയത്തിലുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പതിവായി ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഹറം മാസം മുഴുവൻ ഈ ആയത്ത് ഇങ്ങനെ ഓതണം കേട്ടോ. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഒരു മത്സ്യം വിഴുങ്ങിയത് നമുക്കൊക്കെ അറിയാമല്ലേ. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് മനോഹരമായൊരു ദിക്റ് ചൊല്ലിയിട്ട. നമുക്കൊരു 11 തവണ ആ ദിക്റ് ചൊല്ലിയാലോ. നമ്മളും ഒരുപാട് ആളുകൾ കടത്തിൽ മുങ്ങി നിൽക്കണവരുണ്ട്, വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, ഗർഭിണികളുണ്ട്, പ്രതിസന്ധികളിലുള്ളവരുണ്ട്. ഈ ദിക്റ് കൊണ്ട് അത് തീരണം. ഏതാണ് ആ ദിക്റ്? ലാ ഇലാഹ ഇല്ലാ അൻത. എല്ലാവർക്കും അറിയാലോ, ഒരു 11 തവണ മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. പടച്ചവനെ, ഒരുപാട് സങ്കടങ്ങളുണ്ടല്ല, ഒരുപാട് പ്രയാസങ്ങളിൽ ഞങ്ങൾ മുങ്ങി നിൽക്കുകയാണ് അല്ലാ. ഈ സിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കൈപിടിക്കണേ റഹ്മാനേ. ഹബീബായ തങ്ങളുടെ 2 സ്വലാത്തിൽ ഇട്ട് നമുക്ക് ദ്വാരക്കാം അല്ലേ. കുറച്ച് ദിക്റുകൾ മതി, നമ്മൾ ഇഖ്ലാസോടെ ചൊല്ലുകയാണെങ്കിൽ ഇത് മതി. എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, അസ്മാഉൽ ഹുസ്ന, ഒരു ദിവസം അസ്മാഉൻ നബി, അങ്ങനെ ഓരോന്നോരോന്ന് മാറി ചൊല്ലിയിട്ട് അള്ളാഹിന്റെ പൊരുത്തം മേടിച്ചെടുക്കണം. അപ്പോൾ ഈ മജ്ലിസിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം. ഈ 10 ദിവസം ഉണ്ടാവൂലേ? എല്ലാവരും ഉണ്ടാവൂലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യം 6 മണിക്ക് രാവിലെ അടക്കണം സ്വബാഹുൽ ഖൈർ. ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചൊരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയണം അതിലൂടെ. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي
മുസ്തഫാ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മലാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുത്തുനബി തങ്ങളുടെ തിരുനോട്ടുള്ള സദസ്സായി മാറണം. അതിലൂടെ ഒരു കൊല്ലം മുഴുവൻ അഷ്റഫുൽ ഖൽക്കിൻ്റെ നോട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകളാണ് പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് സങ്കടങ്ങൾ. ഈ കമൻറ്റ് ബോക്സ് മുഴുവൻ സങ്കടങ്ങളാണ്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. സമാധാനമുള്ള ജീവിതം നാഥനായ റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സറിഞ്ഞ് ചെറിയൊരു ദുആ, മനസ്സറിഞ്ഞ് നാമയും പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാഹ്. ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാപമുക്തരായി പുതുവർഷത്തെ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാ. എല്ലാം നീ പൊറുക്കണേ അല്ലാ. എല്ലാം നീ പൊറുക്കണേ അല്ലാ. നീ തഴയല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ കൈ ഉയർത്തേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, ആരംഭപ്പൂവായ തങ്ങളല്ലാതെ ഞങ്ങൾക്ക് വസീലയില്ല അല്ലാ. ഹബീബായ തങ്ങളുടെ നദറ നൽകണേ അല്ലാ. അവിടുത്തെ തൃപ്തി നൽകണേ അല്ലാ. അവിടുത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ എത്ര ആളുകളാണ് സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ സങ്കടങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. പടച്ചവനെ, പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് ഹദിയ നിയ്യത്താക്കിയവരുണ്ട്. അദ്ദേഹത്തിന് സ്ഥലം വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. യാ റബ്ബനാ, അവരുടെ പ്രയാസങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വേദനകൾ അകറ്റണേ അല്ലാ. എത്ര ആളുകളാണ് അസുഖബാധിതരായിട്ടുള്ളത്. എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. മരുന്നുകൊണ്ട് മാറാത്ത കീറി മുറിക്കേണ്ട രോഗങ്ങൾ തരല്ലേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകണേ അല്ലാ. പടച്ചവനെ, പലരും പറയുന്നുണ്ട് മക്കൾ പ്രവാസിയാണ്, അതുപോലെ തന്നെ ഭർത്താവ് പ്രവാസിയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. യാ റബ്ബനാ, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. പൊന്നുമക്കളുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പലവിധ എക്സാമുകൾ എഴുതാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറായ വിജയം നൽകണേ അല്ലാ. നീ വിജയം നൽകണേ അല്ലാ. യാ
റബ്ബനാ യാ റബ്ബനാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട് ഒരു കൊല്ലം നിനക്ക് തൃപ്തിയുള്ളതാക്കി ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ലാ. നീ സമ്മാനമായി തരണേ അല്ലാ. സ്വബാഹുൽ ഖൈറിൽ ഹംദ് പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന ജീവിതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ ആരെയും വലിച്ചെറിയല്ലേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നിന്നെ മറക്കാത്ത നിലക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാനുള്ള വകകൾ തരണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. നിർമ്മാണത്തിൽ ഇരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ. സ്ഥലം കച്ചവടമായി പോകാൻ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, മനുഷ്യ മനസ്സുകളെ നീ അതിലേക്ക് അടുപ്പിക്കണേ അല്ലാ. കടം കൊടുത്തത് തിരിച്ചു ലഭിക്കാൻ പടച്ചവനെ എളുപ്പമാക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. ഞങ്ങളുടെ ബാധ്യതകളെല്ലാം കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ തമ്പുരാനെ. കൈവെടിയല്ലേ അല്ലാ. നാണം കെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്ര പലരും കബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. സലാമത്താക്കണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്ന കാഫിറുകളിൽ, മുനാഫിക്കുകളിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, ഹദിയ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകൾ എന്തെല്ലാമാണെന്നറിയുന്ന റബ്ബേ, ഞാൻ വല്ലതും വിട്ടുപോയാലും നിനക്ക് മറവിയില്ലല്ലോ അല്ലാ. എല്ലാ മുറാദുകളും ഹാസുലാക്കി സന്തോഷം നൽകണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.